താഴോട്ടിറങ്ങി ജസ്റ്റ് ആ മക്കളെ മുകളിലോട്ട് കയറുമ്പോൾ സൂക്ഷിക്കണം. ഇല്ല 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 എന്ത് ഡിസ്റ്റർബ് ആയാ? അയ്യോ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവസാനം നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ബ്രോ പേരെങ്ങനെ? മിഥുൻ. മിഥുൻ. മിഥുൻ സ്ഥലം എവിടെയാണ്? ഞാൻ കോഴിക്കോട്. കോഴിക്കോടാണ്. പേര് ജയലക്ഷ്മി അല്ലേ? സ്ഥലം എവിടെയാണ്? കൊല്ലമാണല്ലേ? ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു രണ്ടുപേരും? എനിക്ക് ബിസിനസ് ആണ്. ഓക്കെ. നാട്ടിലെ ജിമ്മുണ്ട്. കറക്റ്റ് എവിടെയാണ്? കോഴിക്കോടിൽ? പ്രോപ്പർ കോഴിക്കോട്. കോഴിക്കോട്. മുമ്പ് വല്ലതും മിസ്റ്റർ കോഴിക്കോട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടോ? മിസ്റ്റർ കാലിക്കറ്റ്. ഏത് വർഷം? 2014 മിസ്റ്റർ കാലിക്കറ്റാണ് കേട്ടോ. വലിയ വിളച്ചിലെടുത്ത് കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ. ചേച്ചി എന്ത് ചെയ്യണം? കളക്ടറേറ്റിൽ വർക്ക് ചെയ്യുന്നു അല്ലേ? ഓക്കെ. റീസെന്റ് മാരീഡ് ആണോ? ഓക്കെ. എത്ര മാസമായി? ഓഗസ്റ്റില്. അറേഞ്ച്ഡ് മാരേജ് ഓർ ലവ് മാരേജ്? അറേഞ്ച്ഡ് മാരേജ് ആണല്ലേ? ഓക്കെ. അറേഞ്ച്ഡ് മാരേജ് ആണ് കറക്റ്റ് പെർഫെക്റ്റ് പാർട്ട്ണർ തന്നെ കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ. ഇപ്പോൾ പൊന്മുടി, ഇപ്പോൾ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കോവിഡിൻ്റെ സമയമാണല്ലോ, അപ്പോൾ കോവിഡിൻ്റെ സമയം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇപ്പം വേറെ ഹണിമൂണിന് വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റിയായിരുന്നോ? ഓൾമോസ്റ്റ് ഒരു 10ഓളം ട്രിപ്പ് പോയിട്ടുണ്ട്. പൊന്മുടിയിൽ ഫസ്റ്റ് ടൈമാണ്? ഫസ്റ്റ് ടൈം ആണല്ലേ? ഓക്കെ. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ അടിപൊളി. ഒന്നുമില്ല, തണുപ്പും കാറ്റൊക്കെ ആയിട്ട് വെക്കണം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു റീസെൻ്റ്ലി മാരീഡ് ആയിട്ടുള്ള ആ ഒരു കപ്പിളിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ചും പുള്ളിക്കാരൻ മിസ്റ്റർ കാലിക്കറ്റും കൂടെയാണ്. അപ്പോൾ നമ്മളിനി അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ താഴോട്ടിറങ്ങുന്നു. ബ്രോ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു? എന്തായാലും നിങ്ങളെല്ലാവരും ഞാൻ കണ്ടായിരുന്നു. അവിടെ ആ ഒരു വലിയ വാനി വന്നല്ലേ, ഒരു ഗോപ്രോ. വന്ന ഉടനെ ഒരു ഫോട്ടോ സെഷനും കഴിഞ്ഞായിരുന്നു. ഓക്കെ. ഒരു വലിയൊരു ബാച്ചിലേഴ്സ് ആണോ അതാ? അല്ല നിങ്ങൾ ഓക്കെ. ഒരു കൂട്ടം യൂത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പൊന്മുടി വന്നിട്ടുള്ള ഒരു കൂട്ടം യൂത്ത്, അവരെല്ലാം വാനിലാണ് വന്നിട്ടുള്ളത്. മിക്ക ആൾക്കാരും വ്ളോഗേഴ്സാണ്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. എവിടെ സ്ഥലം? എവിടെയാണ്? എവിടെ? ഡാലിമുഖം. അതെവിടെ സ്ഥലം? എവിടെയാണ്? വെള്ളർട. നെയ്യാറ്റിങ്കരയാണ്. ഓക്കെ ഓക്കെ. ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് തന്നെയാണെന്ന് ഡൗട്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? എല്ലാരും പഠിക്കുന്നു. ഒരു ഫ്രീക്കായിട്ട് ഒരു ബ്രോ അവിടെ നിൽപ്പുണ്ട്. പേരെങ്ങനെയാണ് ബ്രോ? ചങ്ക് ബ്രോയുടെ പേരെങ്ങനെയാണ്? ഞാൻ മുകളിൽ നിന്ന സമയത്ത് കുറെ ഫോട്ടോസ് എടുക്കുന്നത് കണ്ടായിരുന്നു. താഴെ കുറച്ച് പേര് ഇപ്പൊ ഉണ്ട്. വ്ളോഗിങ്ങിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും ബാച്ചിലേഴ്സ് ആണോ അതോ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്? അവർ രണ്ടുപേരും കുടുങ്ങിയ ആൾക്കാരാണ്. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് സിംഗിൾ പസംഗയാണ് അല്ലേ? ഓക്കെ 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 ഓക്കെ. ശരി. ഇപ്പൊ പൊന്മുടിയിൽ ഇപ്പൊ കോവിഡ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണോ വരുന്നത്? അതെയാണ്. ഫസ്റ്റ് ടൈമാണ്. എങ്ങനെ തോന്നി? എന്ത് തോന്നുന്നു? ഒരു മഞ്ഞും കാണുന്നില്ല. എനിക്ക് ഈ ബ്രോയാണ് ഇഷ്ടപ്പെട്ടത്. ആ ബ്രോയുടെ ഒരു സ്പെഷ്യൽ സ്റ്റൈൽ ഉണ്ട് കേട്ടാ. കണ്ണാടി ശരി ശരി. ഞാൻ വീഴുന്നുണ്ട്. ഇവിടെ കുറച്ച് വ്ളോഗിങ്ങിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ. ഗ്യാങ് ലീഡർ. ഓക്കെ ഓക്കെ. എല്ലാരും നെയ്യാറ്റിങ്കര വെള്ളതാണ്. ഓക്കെ ഓക്കെ. അയ്യോ, നമ്മുടെ പ്രസിഡന്റ്. എന്തിന്റെ പ്രസിഡന്റ് ആണ്? ഓക്കെ. പൊന്മുടിയെ പറ്റി ഇപ്പൊ എന്താണ് ഇപ്പൊ പുതുതായിട്ട് വരുന്ന ഒരു യൂത്തിനായാലും ശരി ഫാമിലീസിനായാലും ശരി എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അവസരം കിട്ടുകയാണ്, അടിച്ചു പൊളിക്കണം. എന്തായാലും ഈ അവസരം ജീവിതത്തിൽ ഇതുപോലെയൊക്കെ വളരെ എന്താ പറയാ പെണ്ണ് കെട്ടിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു വിഷമമുണ്ടല്ലോ. 3 വർഷം വന്നിട്ടുണ്ട്. ശരി 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 ശരി. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിനി താഴോട്ട് പോവാം. ഓക്കെ. ഇനിയിപ്പോൾ സമയമില്ല, 5 മണിക്ക് ഇറങ്ങണമെന്നാണ് പറഞ്ഞത്.
നമ്മളിനി 2-3 ലൊക്കേഷനും കൂടെ ഒന്ന് കവർ ചെയ്യണം. നല്ല റിസ്ക് ആണ്, പക്ഷേ യങ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പറ്റുള്ളൂ. ഹാർട്ടിന് പ്രോബ്ലം, അതുപോലെ തന്നെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇവിടെ കയറലും റിസ്ക് ആണ്. അത് എൽഡർ ആയിട്ടുള്ള ആൾക്കാർക്കാണ്, യങ്ങർ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ താഴോട്ട് എത്തിയിട്ടുണ്ട്. താഴോട്ട് ഏകദേശം ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്നാണ് ഇപ്പോൾ താഴോട്ട് ഇറങ്ങിയത്, പൊന്മുടി. അപ്പോൾ 5:30 വരെ സമയമുള്ളൂ. നമുക്ക് ഡെത്ത് ലൈൻ തന്നിരിക്കുന്നത് 5 മണിയാണ്. കോടമഞ്ഞുമില്ല, ഒന്നുമില്ല, ജസ്റ്റ് ഒരു തണുപ്പ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫ്രീക്കം ബ്രോ ചാടി ഇറങ്ങിയതോ പോകുന്നു. അപ്പോൾ താഴോട്ട് ഓ അഞ്ചരാകുമ്പോഴേക്കും ആൾക്കാരെല്ലാം ചവിട്ടി ഇറക്കും കേട്ടോ. 5:30 ആകുമ്പോഴേക്കും ആൾക്കാരൊക്കെ ഇറക്കുമെന്നാണ് കേട്ടത്. നമുക്ക് 5 മണി വരെയാണ് സമയം തന്നിട്ടുള്ളത്. 3 മണിക്കാണ് ടിക്കറ്റ് എടുത്തത്. അവന്മാർ 5 മണി എന്നുള്ളത് അതിൽ സമയം എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും 5 മണി കഴിയും ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങും. ഇപ്പോഴേ 4:45. നോക്കി 4:45. അപ്പോൾ എന്തായാലും ഇറങ്ങുമ്പോഴേക്കും സമയം എടുക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരി, പിന്നെ കോടമഞ്ഞില്ല, ഒന്നുമില്ലല്ലേ. സമയം കണ്ട 4:45 4:45 വെറും 15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ 5:30 വരെയാണ് ഡെത്ത് ലൈന്. അതിപ്പോൾ കോവിഡ് കഴിഞ്ഞതിൻ്റെ പേരിലായിരിക്കണം 5:30 വരെ ഉള്ളൂ സമയം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ട് ഇത് അവിടെയാണ് ഒതുക്കിയിരിക്കുന്നത്. ആ ഒരു ലൊക്കേഷൻ വരെ, ആ ഒരു പോയിന്റ് വരെ നടക്കണം. കൊള്ളാം കേട്ടോ. ഇപ്പോഴും ഫാമിലീസൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫാമിലീസൊക്കെ വരും. ഇർഫാൻ എങ്ങനെയുണ്ട് മോളിൽ കയറിയപ്പോൾ? സൂപ്പറായിട്ടുണ്ടെന്നാണ് ഇർഫാൻ പറയണത്. ഏറ്റവും മുകളിൽ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു 1000 അടുപ്പിച്ചിട്ട് ആൾക്കാർ ഇവിടെ ഉണ്ട്. എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. കുട്ടികളും വരുന്നുണ്ട്, മുതിർന്നവരും വരുന്നുണ്ട്. പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ നേരത്തെ അതിൻ്റെ ആ ബലയുടെ മോളി വെച്ചെടുത്ത ഫാമിലി എന്തായാലും ഇഷ്ടംപോലെ പേരുള്ളതുകൊണ്ട് അവരെവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നടക്കട്ടെ. ശരി കേട്ടോ. പിന്നെ അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ഏകദേശം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മളെ ഫാമിലിയും കൂടെ ഒന്ന് പരിചയപ്പെട്ട് നമ്മുടെ ഫാമിലിയും കൂടെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്കൊന്ന് താഴോട്ട് ഇറങ്ങണം, ചുരം ഇറങ്ങണം. അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് നോക്കാം. മലയുടെ മോള് കണ്ടോ? മലയുടെ മോള് നമ്മുടെ MG ഹെക്ടർ, നമ്മുടെ ടെക് ട്രാവൽസ് സുജിത്തിൻ്റെ വണ്ടി. MG അവിടെ കിടപ്പുണ്ട്. MG ടെക് ട്രാവൽസ്. MG എന്ന് പേര് കേൾക്കുമ്പോഴേ നമ്മുടെ സുജിത്തിനെയാണ് ഓർമ്മ വന്നത്. സുജിത്ത് ഭക്തനെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ കണ്ടല്ലോ ലൊക്കേഷൻസും എല്ലാ സംഭവം കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടിയും കൂടെ ഒന്ന് കാണിച്ചു തരാം. വണ്ടിയും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചു തന്നതിന് ശേഷം നമുക്ക് താഴോട്ടേക്ക് ചലിക്കാം. ഓക്കെ. മിസ്റ്റർ കോന്നിക്കര. ആട്, മാട്, ഒട്ടകം എല്ലാം ഉണ്ട്. നമ്മുടെ വണ്ടി താടപ്പുണ്ട്.
നമ്മുടെ വണ്ടി ഇതാ കിടക്കുന്നുണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ പൊന്മുടി വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം കുറച്ച് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇനിയും പുതുമകൾ നിറഞ്ഞ പുതിയ വീഡിയോകൾ കാണുന്നവരേക്കും ഗുഡ് ബൈ. ഓക്കെ.